ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് 2 ഏത്തപ്പഴം വെച്ച് ഒരു നല്ലൊരു പലഹാരമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം. നമ്മൾ കുഞ്ഞായിട്ട് പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിക്കണം. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. തേങ്ങയൊന്ന് ചെറിയ തീയിലിട്ട് വറുത്തെടുക്കാം. തേങ്ങ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റി നെയ്യ് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഇതിനകത്ത് നമ്മൾ പഴം ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം. അധികം പഴുത്ത പഴമായാലും കുഴപ്പമില്ല. പഴുക്കാത്ത പഴം എടുക്കില്ല. ഇത് കുറച്ച് പഴുത്ത പഴം. ഇതിനകത്ത് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കുക. കുറച്ച് പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാര ഇടാം. മധുരത്തിനനുസരിച്ച്. പഴത്തിന് ഏകദേശം മഴുതിയുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂൺ ഗോതമ്പ് പൊടി. കുറച്ച് പാല്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇതിനകത്തിടാം. ഇതൊരു തണുക്കുമ്പോൾ അപ്പോൾ ചൂടുണ്ട്. കുറച്ച് തണുപ്പ് മാറുമ്പം ബോൾ കണക്കാക്കിയിട്ട് നമുക്ക് എണ്ണയ്ക്കകത്ത് ഉരുട്ടിയിട്ട് കൊടുക്കാം. ഇച്ചിരി തണുക്കട്ടെ. ഇതേപോലെ ബോളുകളായി ഉരുട്ടി വെക്കണം. എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചീനിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് അതിനകത്ത് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക. എണ്ണ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. നമ്മൾ 2 ഏത്തപ്പഴം വെച്ച് ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് എത്ര ആൾക്കനുസരിച്ച് ഏത്തപ്പഴം എത്ര വേണമെങ്കിലും വെച്ച് ഉണ്ടാക്കാം. ഇതൊന്ന് വെന്ത് വരുമ്പം ഒരു ഭാഗം വേകുമ്പം തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരെണ്ണം ഇച്ചിരി ഒന്ന് അടുക്കി കരിയാതെ സൂക്ഷിക്കണം.
ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. 4 മണിക്ക് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാവുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റിയാണ്. വേറൊരു ചേരുവയില്ല, നമ്മളുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം കൊണ്ട് ചെയ്യുന്നൊരു പലഹാരമാണ്. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം വെച്ചുള്ള 4 മണിക്കൊക്കെ റെഡിയാക്കുന്ന പലഹാരം റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ കഴിക്കാം. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ചെയ്യാം. പഴം നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുക. കടയിലൊക്കെ ഇഷ്ടംപോലെ ഏത്തപ്പഴം കിട്ടും. അത് വാങ്ങിച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. കഴിക്കാൻ ഏത്തപ്പഴം ഇങ്ങനെ കഴിക്കാം, പുഴുങ്ങിയോ അല്ലാതെ കഴിക്കാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് റെഡിയാക്കി കൊടുത്താൽ അവർ ഇഷ്ടംപോലെ കഴിച്ചോളും. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ അധികം ചേരുവകളൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ച് തയ്യാറാക്കുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. രാവിലെയും വേണമെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാം, 4 മണിക്കും കഴിക്കാം. എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന നല്ലൊരു പലഹാരമാണ്. ഞാൻ ഇവിടെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, ഇവിടെ കുറച്ച് മതി, അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പഴം എടുത്തിട്ട് കൂടുതൽ അളവിലുണ്ടാക്കാം. ഞാൻ കുറച്ച് അളവിലാണ് ഉണ്ടാക്കിയത്. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം.